നമസ്കാരം. ഗൾഫ് വാർത്തകൾ. ഒമാനിൽ മയക്കുമരുന്നുമായി 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്നാണ് ഏഷ്യൻ രാജ്യക്കാരായ പ്രതികളെ പിടികൂടുന്നത്. ഈ വർഷത്തെ ഹജ്ജിനെത്തിയ മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും മക്കയോട് വിട പറഞ്ഞു. ഭൂരിപക്ഷം പേരും ഇന്ത്യയിലേക്ക് മടങ്ങി. ചട്ടങ്ങൾ ലംഘിച്ച് റിയാദിൽ സൈനിക വസ്ത്ര നിർമ്മാണം നടത്തിയ കേന്ദ്രം കണ്ടെത്തി. 40,000 സൈനിക റാങ്കുകളും ചിഹ്നങ്ങളും 2030 സൈനിക യൂണിഫോമുകളും കണ്ടുകെട്ടി. കേരള സർക്കാർ സ്ഥാപനമായ ഒഴെപെക് മുഖേന യുഎയിലെ പ്രമുഖ ആശുപത്രിയിലേക്ക് പുരുഷ നഴ്സുമാരുടെ ഒഴിവുകളിൽ അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. പ്രവാസി മലയാളി ബഹ്റിനിൽ നിര്യാതനായി കണ്ണൂർ ചെറുകുന്ന് സ്വദേശി പുളിക്കൽ നവാസ് മുഹമ്മദാണ് മരിച്ചത്. കുവൈറ്റിൽ പ്രവാസി നിർമ്മാണ തൊഴിലാളി കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചു. മുതല പ്രദേശത്ത് നിർമ്മാണ ജോലി ചെയ്തിരുന്ന തൊഴിലാളിയാണ് വീണ് മരിച്ചത്. വിവാഹത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ പ്രതിശ്രുത വധു ഉൾപ്പെടുന്ന 4 അംഗ കുടുംബം സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ചു.